ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് മെൻസുറേഷനെ പറ്റിയുള്ള ക്ലാസ്സാണ്. അപ്പോൾ മെൻസുറേഷനിൽ എന്താണ് ബേസിക് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഡീൽസ് വിത്ത് മെഷർമെൻറ്റ് ഓഫ് ലെങ്ത്, ഏരിയ ആൻഡ് വോള്യൂം ഓഫ് 2D ആൻഡ് 3D ഫിഗേഴ്സ്. നമ്മൾ 2D ആൻഡ് 3D ഫിഗേഴ്സിൻ്റെ ലെങ്ത്, ഏരിയ, വോള്യൂം ഇത് കണ്ടുപിടിക്കാനാണ് നമ്മൾ മെൻസുറേഷനിൽ ചെയ്യുന്നത്. അപ്പോൾ 2D ഷേപ്സ് എന്ന് പറയുമ്പോൾ സ്ക്വയർ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ, പാരലോഗ്രാം, ട്രപ്പീസിയം പോലുള്ള ഷേപ്പുകളാണ്. അതായത് നമുക്ക് ഒരു പ്ലെയിനിൽ വരയ്ക്കാൻ പറ്റുന്ന ഷേപ്പുകളെയാണ് 2D ഷേപ്സ് എന്ന് വിളിക്കുന്നത്. 3D എന്ന് പറയുമ്പോൾ നമ്മുടെ റിയൽ വേൾഡ് 3D വേൾഡിലുള്ള സാധനങ്ങളാണ്. വിച്ച് ആർ ക്യൂബോയിഡ്, സ്ഫിയർ, സിലിണ്ടർ, കോൺ, ഹെമിസ്ഫിയർ എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഫിഗേഴ്സും അതിൻ്റെ ഏരിയ, പെരിമീറ്റർ അല്ലെങ്കിൽ വോള്യൂം ഒക്കെ എങ്ങനെ കാണാം എന്നുള്ളതാണ് മെൻസുറേഷനിൽ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ 2D ഫിഗേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ 2D ഫിഗേഴ്സിൽ മെയിനായിട്ട് വരുന്നതാണ് സ്ക്വയർ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, പിന്നെ പാരലോഗ്രാം, ട്രപ്പീസിയം, സർക്കിൾ. ഓക്കെ, അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ ഇതാണ് സ്ക്വയർ. സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ എല്ലാ സൈഡ്സും ഈക്വലാണ്. സോ സപ്പോസ് എ ആണ് ഒരു സ്ക്വയറിൻ്റെ സൈഡെങ്കിൽ ആ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയറാണ്, അതായത് എ ഇൻറ്റു എ. അതുപോലെ പെരിമീറ്റർ എന്ന് പറയുന്നത് 4A. അതായത് പെരിമീറ്റർ എന്ന് വെച്ചാൽ ആ ബോർഡേഴ്സിൻ്റെ മൊത്തം ലെങ്ത്തിനെയാണ് നമ്മൾ പെരിമീറ്റർ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള മൊത്തം സ്പേസിനെയാണ് നമ്മൾ ഏരിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ സ്ക്വയറിൻ്റെ ഏരിയ എ സ്ക്വയർ, പെരിമീറ്റർ എന്ന് പറയുന്നത് 4A. അടുത്തത് റെക്റ്റാങ്കിൾ. ഇതാണ് റെക്റ്റാങ്കിൾ. ഒരു റെക്റ്റാങ്കിളിന് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഉണ്ടാവും. അതിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും ഈക്വലാണ്, ബട്ട് റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആയിരിക്കും ഈക്വൽ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ രണ്ട് സൈഡ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല L/B എന്നാണ്. അതുപോലെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2 × L+B എന്നാണ്. ഓക്കെ, അടുത്തത് ട്രയാങ്കിൾ. അപ്പോൾ ട്രയാങ്കിൾ കാണാൻ വേണ്ടി മെയിനായിട്ട് ഈ 3 ഫോർമുലാസും ഈ 3 എണ്ണവും നമുക്ക് ട്രയാങ്കിളിൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സപ്പോസ് ഒരു ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ ഹൈറ്റും ബേസും ഈ താഴെ കിടക്കുന്ന ലൈനിനെയാണ് ബേസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ബേസിൽ നിന്നും അതിൻ്റെ മുകളിലേക്കുള്ള വെർട്ടിസസിലേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്ന ലൈനിനെ ആണ് നമ്മൾ ഹൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഹൈറ്റും ബേസും ഒരു ട്രയാങ്കിളിൻ്റെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 1/2 × B × H, 1/2 × ബേസ് × ഹൈറ്റ്. അതിൽ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ സം ഓഫ് 3 സൈഡ്സ്. ഇതിലിപ്പോൾ 3 സൈഡും വേറെ വേറെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 സൈഡും കൂടെ ആഡ് ചെയ്താൽ പെരിമീറ്റർ കിട്ടും. അടുത്തത് ഹെറോൺസ് ഫോർമുല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോർമുല. ഈ ഫോർമുല നമുക്ക് നമ്മുടെ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോർമുല വെച്ച് ഏരിയ കണ്ടുപിടിക്കാം. സപ്പോസ് എൻ്റെ ട്രയാങ്കിളിൻ്റെ സൈഡ് എ, സൈഡ് ബി, സൈഡ് സിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ടെന്ന് വെച്ചോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹെറോൺസ് ഫോർമുല വെച്ച് എനിക്കിതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം എസ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കാണണം. എസ് എന്ന് വെച്ചാൽ A + B + C / 2 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എസിൻ്റെ വാല്യൂ. ഓക്കെ, സോ അങ്ങനെ എസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഡയറക്റ്റായിട്ട് ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. √S × S - A × S - B × S - C. ഇങ്ങനെ ചെയ്താൽ നമുക്ക് നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടും. ഇനി നമുക്ക് കിട്ടിയ ട്രയാങ്കിൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചുമ്പോൾ എല്ലാ സൈഡ്സും ഈക്വലാണ്. അപ്പോൾ സൈഡ് ഇപ്പോൾ A ആണെന്നുണ്ടെങ്കിൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് √3/4A². ഓക്കെ, അതുപോലെ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 3 സൈഡ്സും ആഡ് ചെയ്താലുള്ള വാല്യൂ, അതായത് A + A + A, അതായത് 3A. ഓക്കെ, അപ്പോൾ അടുത്തത് പാരലോഗ്രാം. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ ഒന്നുമില്ലെങ്കിൽ 3 സൈഡും തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. ബേസും ഹൈറ്റും മാത്രമേ തന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി അതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്തത് പാരലോഗ്രാം. പാരലോഗ്രാം എന്ന് വെച്ചാൽ 2 പാരലൽ ലൈൻസും കൂടെ ഉണ്ടാക്കുന്ന ഡയഗ്രത്തിനാണ് പാരലോഗ്രാം എന്ന് വിളിക്കുന്നത്. ഓക്കെ, റോംബസ് എന്ന് പറയുന്നത് ഒരു പാരലോഗ്രാമാണ്. പക്ഷേ റോംബസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ റോംബസിൻ്റെ എല്ലാ സൈഡ്സും ഈക്വലാണ്. ഓക്കെ, അപ്പോൾ ഒരു പാരലോഗ്രാമിൻ്റെ ഇപ്പോൾ ബേസ്, ഹൈറ്റ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഹൈറ്റ് എന്ന് വെച്ചാൽ ബേസിൽ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്ന ഈ ലൈനിനെയാണ് നമ്മൾ ഹൈറ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹൈറ്റും ബേസും നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് B × H. അപ്പോൾ
അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ബി ഇൻറ്റു എച്ച് ആണ്, പാരലലോഗ്രാമിൻ്റെ ഏരിയ ബി ഇൻറ്റു എച്ച് ആണ്. കാരണം എന്താ, ഇങ്ങനെ ഇതാക്കുമ്പോൾ ഒരു ട്രയാങ്കിൾ അല്ലേ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും കൂടെ ഏരിയ കാണുമ്പോഴാണ് നമുക്ക് പാരലലോഗ്രാമിൻ്റെ ഏരിയ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ട്രയാങ്കിൾ ഹാഫും പാരലലോഗ്രാം ജസ്റ്റ് ബി ഇൻറ്റു എച്ചും ആയത്. ഓക്കെ, അതുപോലെ പാരലലോഗ്രാമിൻ്റെ പെരിമീറ്റർ കാണുന്നത് 2 ഇൻറ്റു എ പ്ലസ് ബി, അതായത് റെക്റ്റാങ്കിളിൻ്റെ കാണുന്ന പോലെ തന്നെയാണ് 2 ഇൻറ്റു എ പ്ലസ് ബി. എ എന്ന് പറയുന്നത് ഒരു സൈഡും ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ സൈഡും. ഓക്കെ, അടുത്തത് ട്രപ്പീസിയം. ഇങ്ങനെ വരുന്ന ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ട്രപ്പീസിയം എന്ന് വിളിക്കുന്നത്. ട്രപ്പീസിയൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു രണ്ട് സൈഡ്, എന്താ ഈ സൈഡും ഈ സൈഡും കണ്ടോ, ഏതെങ്കിലും ഒരു രണ്ട് സൈഡ് പാരലൽ ആയിരിക്കും. പിന്നെ വരുന്ന രണ്ട് സൈഡ്സ് പാരലൽ ആയിരിക്കില്ല, ബട്ട് അവരുടെ ലെങ്ത്ത് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതാണ് ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ സപ്പോസ് എൻ്റെ ട്രപ്പീസിയത്തിൻ്റെ ഒരു സൈഡ് ബി, ഈ സൈഡ് എ, പിന്നെ അതെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഹൈറ്റ് എച്ച് ആണെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ പാരലൽ ആയിട്ടുള്ള ഒരു സൈഡ് എ, പാരലൽ ആയിട്ടുള്ള നെക്സ്റ്റ് സൈഡ് ബി, അതുപോലെ ഹൈറ്റ് എച്ച് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച്. ഓക്കെ, ഈ ട്രപ്പീസിയത്തിൻ്റെ എന്താണ് പെരിമീറ്റർ കാണാൻ പറഞ്ഞാൽ സം ഓഫ് ഓൾ സൈഡ്. സപ്പോസ് ഈ സൈഡ് സി എന്ന് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എ പ്ലസ് ബി പ്ലസ് ഇതും സി ആണെങ്കിൽ ഇതും സി ആയിരിക്കും അല്ലേ. അപ്പോൾ എ പ്ലസ് സി പ്ലസ് ബി പ്ലസ് സി ചെയ്താൽ പെരിമീറ്റർ കിട്ടും. ബട്ട് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് ആണ്. ഇതിൽ എയും ബിയും എന്ന് പറയുന്നത് ഈ പാരലൽ സൈഡ്സിൻ്റെ ലെങ്ത് ആണ്, എച്ച് എന്ന് പറയുന്നത് ട്രപ്പീസിയത്തിൻ്റെ ഹൈറ്റ് ആണ്. ഓക്കെ, അടുത്തത് സർക്കിൾ. സർക്കിൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത്. ഇപ്പോൾ സർക്കിൾ, ഒരു സർക്കിൾ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റേഡിയസ് ആറാണെന്ന് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല പൈ ആർ സ്ക്വയർ എന്നാണ്. അതുപോലെ അതിൻ്റെ സർക്കംഫറൻസ്, പെരിമീറ്റർ ഓഫ് ദ സർക്കിളിനെ നമ്മൾ സർക്കംഫറൻസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2 പൈ ആർ ആണ്. ഓക്കെ, അടുത്തത് സെക്ടർ ഓഫ് എ സർക്കിൾ. അതായത് എൻ്റെ ഈ സർക്കിളിലത് ഒരു ഇത്ര ഭാഗം, നമ്മൾ പിസയൊക്കെ കട്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന ഒരു ഇത്ര ഭാഗം, ഇതിനെയാണ് സെക്ടർ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഒരു ഭാഗം, രണ്ട് റേഡിയസിൻ്റെ ഉള്ളിൽ വരുന്ന ഇത്ര ഭാഗം ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിനിവിടെ ഒരു ആംഗിൾ ഉണ്ടല്ലേ, ഈ ആംഗിൾ കണ്ടുപിടിക്കുക. ഈ ആംഗിൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. സപ്പോസ് 45 ഡിഗ്രിയാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇതാ ആംഗിൾ 45 ഡിഗ്രിയാണ്, റേഡിയസ് ആർ ആണെന്നുണ്ടെങ്കിൽ ഈ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 45/360 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്നാണ്. ഓക്കെ, ഇത് മൊത്തം സർക്കിളിൻ്റെ ഏരിയ കാണുന്നുണ്ടെങ്കിൽ പൈ ആർ സ്ക്വയർ, വിച്ച് മീൻസ് 360/360 ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു പൈ. ഓക്കെ, അടുത്തത് ഒരു ഭാഗം മാത്രം 45 ഡിഗ്രി മാത്രം മതി എന്ന് വെച്ചാൽ 45/360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഓക്കെ, അതുപോലെ സെക്ടറിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഫോർമുലയാണ് 2r പ്ലസ് θ/360 ഇൻറ്റു 2πr. ഓക്കെ, പെരിമീറ്റർ നിങ്ങൾ നോക്കിയില്ലെങ്കിലും വേണ്ടില്ല, ജസ്റ്റ് ഏരിയയുടെ ഫോർമുല നോക്കി വെക്കുക, അതായിരിക്കും ചോദിക്കാൻ സാധ്യത. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സൈഡ്, നമ്മുടെ സ്ക്വയറിൻ്റെ സൈഡ് എ ആണെന്നുണ്ടെങ്കിൽ അതിന് ഡയഗണൽ എന്ന് പറയുന്നത് a√2 ആയിരിക്കും. ഓക്കെ, അതുപോലെ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ, സൈഡ് എല്ലും ബിയും ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയഗണൽ √L² + B² എന്നായിരിക്കും. ഓക്കെ, അതുപോലെ എസ് എന്ന് പറയുന്നത് a + b + c/2 അല്ലേ, അതെന്താ പെരിമീറ്റർ ഡിവൈഡഡ് ബൈ 2 ആണ്. അതായത് a + b + c ആണല്ലോ ആ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ, സോ അത് ഡിവൈഡഡ് ബൈ 2, അതിന് സെമി പെരിമീറ്റർ എന്ന് വിളിക്കുന്നു. ഇത് കാര്യമാക്കണ്ട, ജസ്റ്റ് ഇത് നോക്കി വെക്കുക, സ്ക്വയറിൻ്റെ ഡയഗണലിൻ്റെ ഫോർമുല. അതുപോലെ റോംബസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള വേറൊരു ഫോർമുലയാണിത്. റോംബസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് തന്നെ ചെയ്താൽ മതി. ഈ പാരലലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന പോലെ തന്നെ നമ്മൾക്ക് റോംബസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അല്ല, നമുക്ക് ഡയഗണൽ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റോംബസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2 എന്ന് ചെയ്താൽ മതി. അതായത് d1 എന്ന് പറയുന്നത് ഒരു ഡയഗണൽ, d2 എന്ന് പറയുന്നത് അടുത്ത ഡയഗണൽ. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം നേരത്തെ സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അടുത്തത് ഇതും നേരത്തെ കാര്യങ്ങളിൽ പറഞ്ഞു തന്നെയാണ്. ഓക്കെ, അടുത്തത് പറയുന്നത് യൂണിറ്റ്സ് മെഷേർഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലെങ്ത്ത്, അതായത് നമ്മുടെ പെരിമീറ്റർ എന്നൊക്കെ പറയുന്നത് ഈ അറ്റങ്ങളുടെ ലെങ്ത്താല്ലേ,
ഈ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്നൊക്കെ പറയുന്നത് തന്നെ നമ്മൾ ലെങ്ത് എന്നാണ് വിളിക്കുന്നത്. അതായത് അതിൻ്റെ എന്താ പറയുക, ലെങ്ത് തന്നെ. അപ്പോൾ അതിനെ നമ്മൾ മീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ യൂണിറ്റ് കൊടുക്കുന്നത്. ബട്ട് ഏരിയ എന്ന് പറയുന്നത് 2D ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ എന്നൊക്കെയാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പോൾ ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ അതെ ഈ ലൈൻ പ്ലസ് ഈ ലൈൻ പ്ലസ് ഈ ലൈൻ പ്ലസ് ഈ ലൈൻ, ഇതാണ് പെരിമീറ്റർ. സോ ഒരു ലൈൻ എന്ന് പറയുന്നത് അത് വൺ ഡയറക്ഷണലാണ്. ഓക്കെ, സോ വൺ ഡയറക്ഷണൽ ആയതുകൊണ്ടാണ് അതിനെ സെൻറ്റിമീറ്റർ മീറ്റർ കിലോമീറ്റർ എന്നൊക്കെ വിളിക്കുന്നത്. ലൈക്ക് ഈ ഒരു ലൈൻ എന്ന് പറയുമ്പോൾ ഇത് ജസ്റ്റ് ഒരു 10 സെൻറ്റിമീറ്ററാണ് അല്ലേ. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ, അതായത് ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ നോക്ക്, ഇതും ഇതും 2 ഡയമെൻഷനല്ല. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ കിലോമീറ്റർ സ്ക്വയർ എന്നൊക്കെ വിളിക്കുന്നത്. അടുത്ത വോളിയം. വോളിയം എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, ഇത് ഇങ്ങനെ വരും അല്ലേ. ഈ ഭാഗം വരും, ഈ ഭാഗം വരും, ഈ ഭാഗം വരും, ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാതും വരും. അതുകൊണ്ട് ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ കിലോമീറ്റർ ക്യൂബ് എന്നൊക്കെ ആയിരിക്കും. ഓക്കെ, അടുത്ത് 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. അല്ല, 1 മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ അപ്പോൾ എത്ര ആയിരിക്കും, 100 × 100 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ചെറിയ ചെറിയ ബേസിക് കൺവേർഷൻസ് ആണ്, അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. അതുപോലെ 1000, 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. എ റെക്റ്റാങ്കിൾ ഹാസ് ലെങ്ത്ത് 20 സെൻറ്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 14 സെൻറ്റിമീറ്റർ. ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്റർ ആണ്. എ സ്ക്വയർ ഈസ് കട്ട് ഔട്ട് ഫ്രം ഇറ്റ് സച്ച് ദാറ്റ് ഇറ്റ്സ് ഏരിയ ഈസ് മാക്സിമം. ഫൈൻഡ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ ആൻഡ് ദ ഏരിയ ലെഫ്റ്റ്. ഇങ്ങനൊരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, ഇതിൽ നിന്നും നമുക്കൊരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കണം ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ്സ് ഏരിയ ഈസ് മാക്സിമം. അപ്പോൾ ഇതിൽ നിന്നും എനിക്ക് പോസിബിളായിട്ട് ഒരു ഏറ്റവും വലിയ സ്ക്വയറിനെ കട്ട് ചെയ്തെടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതിനെ 20 എന്നും ഇതിനെ 14 എന്നും നോക്കാം. ഓക്കെ, അപ്പോൾ എനിക്കിതിൽ എൻ്റെ സ്ക്വയറിന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ലെങ്ത് എത്രയാണ്, 14 ആണ്. കാരണം ഇപ്പോൾ ഞാൻ 20 കൊടുത്തു എന്ന് വെച്ചാൽ എനിക്കിത് ഇങ്ങോട്ടേക്ക് 20 എടുക്കാനില്ല അല്ലേ. സോ 14 ആണ് എനിക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന സ്ക്വയറിൻ്റെ സൈസ്. അപ്പോൾ 14 ആയിരിക്കും എൻ്റെ സ്ക്വയറിൻ്റെ ഒരു സൈഡ്. ഈ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 14 ആണ് എൻ്റെ സ്ക്വയറിൻ്റെ സൈഡ് എന്നുണ്ടെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, 14 × 14 വിച്ച് ഈസ് ഈക്വൽ ടു 196 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇനി ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഏരിയ ലെഫ്റ്റ് എന്നാണ്. അതായത് സ്ക്വയറിൻ്റെ ഏരിയ ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു, ഇനി റെക്റ്റാങ്കിളിൻ്റെ ഏരിയയിൽ സ്ക്വയറിൻ്റെ ഏരിയ കളഞ്ഞാൽ ബാക്കി എത്രയുണ്ടെന്ന്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താണ്, L × B, അതായത് 20 × 14 വിച്ച് ഈസ് ഈക്വൽ ടു 280. അപ്പോൾ 280യിൽ നിന്നും നമ്മുടെ സ്ക്വയറിൻ്റെ ഏരിയയായ 196 മൈനസ് ചെയ്താൽ നമുക്ക് 84 എന്ന് കിട്ടും. അതായിരിക്കും നമ്മുടെ റിമൈനിങ് ഏരിയ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ. ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്, ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, ഇതിൻ്റെ രണ്ടിൻ്റെയും പെരിമീറ്റർ ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സും തന്നിട്ടുണ്ട്, 24ഉം പിന്നെ 16ഉം ആണ് റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ്. ഫൈൻഡ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ ആൻഡ് കമ്പയർ ദ റേഡിയസ്. അപ്പോൾ എന്താ തന്നിരിക്കുന്നത്, പെരിമീറ്റർ ഓഫ് സ്ക്വയറും റെക്റ്റാങ്കിളും ഈക്വൽ ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്താണെന്ന് കാണാം. അതെന്ത് എങ്ങനെ ചെയ്യാം, 2 × L + B, അതായത് 2 × 16 + 24 വിച്ച് ഈസ് ഈക്വൽ ടു 80 സെൻറ്റിമീറ്റർ. അപ്പോൾ എന്ത് തന്നിട്ടുണ്ട്, ഇത് തന്നെയാണ് സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്താണ്, 4A, 4 × A. അപ്പോൾ ഇതും ഇതും ഈക്വൽ ആണ് അല്ലേ. സ്ക്വയറിൻ്റെ പെരിമീറ്ററും റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ഈക്വൽ ആണ്. സോ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ഈക്വൽ ടു 4A. അപ്പോൾ A ഈസ് ഈക്വൽ ടു 80 / 4 വിച്ച് ഈസ് ഈക്വൽ ടു 20. സോ അങ്ങനെ എനിക്ക് എന്ത് കിട്ടി, സ്ക്വയറിൻ്റെ ഒരു സൈഡ് കിട്ടി. മനസ്സിലായില്ലേ, പെരിമീറ്റർ രണ്ടിൻ്റെ ഈക്വൽ ആണ്. അപ്പോൾ ഞാൻ ആദ്യം റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടിട്ട് സ്ക്വയറിൻ്റെ പെരിമീറ്ററിൻ്റെ ഫോർമുലയുമായിട്ട് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, എൻ്റെ സ്ക്വയറിൻ്റെ A കിട്ടി. A എന്താണ്, സ്ക്വയറിൻ്റെ സൈസ്. ഓക്കെ, ഐ മീൻ സൈഡ്. അപ്പോൾ എന്താ കണ്ടുപിടിക്കാൻ പറ്റില്ലേ, ഫൈൻഡ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ. അതായത്
സൈഡ് എത്രയാണ് 20 ആണ്. പിന്നെ കമ്പയർ ഇറ്റ്സ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് രണ്ടിൻ്റെയും ഏരിയ കണ്ടുപിടിച്ച് സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 20 × 20 അല്ലേ, 20 സ്ക്വയർ. എന്താണ് സ്ക്വയറിൻ്റെ ഏരിയ എന്താണ് എ സ്ക്വയർ. ഇവിടെ 20 ആണ് നമ്മുടെ സൈഡ്. സോ 20 സ്ക്വയർ = 400 എന്ന് കിട്ടും. അടുത്തത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഇതുപോലെ കണ്ടുപിടിക്കുക. അപ്പോൾ 24 × 16 ആണ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, വിച്ച് ഇസ് ഇക്വൽ ടു 384. സോ ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് കിട്ടും. ഓക്കെ, വിച്ച് ഈസ് ഐ തിങ്ക് 16 ആണ് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അടുത്തത് ട്രയാങ്കിൾസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ദേ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഒന്ന് 13 സെൻറ്റിമീറ്റർ, 14 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ. ഇതിൽ നിന്നും ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഹെറോൺസ് ഫോർമുല കാണാൻ ഞാൻ എന്ത് പറ്റുന്നുണ്ടായിരുന്നു, എസ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അല്ലേ. അതായത് സൈഡ്സ് എല്ലാം കൂടെ സമ്മ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 13 + 14 + 15 / 2 ചെയ്യുമ്പോൾ നമുക്ക് 21 കിട്ടും. അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ചെയ്യണം. ഓക്കെ, ഈ എയും ബിയും സി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ സൈഡ്സ് ആണ്. എസ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച സാധനം. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണ്. അപ്പോൾ റൂട്ട് ഓഫ് എസ് ഇൻറ്റു, അതായത് 21 ഇൻറ്റു 21 - 13 ഇൻറ്റു 21 - 14 ഇൻറ്റു 21 - 15, വിച്ച് ഇസ് 21 √21 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6, which is equal to root of 7056, which is equal to 84 cm². ഓക്കെ, സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങൾ ഫോർമുലാസ് എല്ലാം വൃത്തിക്ക് പഠിച്ചാൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ വരുള്ളൂ. ഓക്കെ, അടുത്തത് ബേസ് ഓഫ് ട്രയാങ്കിൾ ഈസ് 10 cm മോർ ദാൻ ഇറ്റ്സ് ഹൈറ്റ്. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, എൻ്റെ ഹൈറ്റിനേക്കാളും ബേസ് 10 cm കൂടുതലാണ്. ഇത് ഹൈറ്റ് ഇപ്പോൾ ഒരു എക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എക്സ് + 10 ആയിരിക്കും അല്ലേ, 10 cm കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 300 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റും ബേസും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അതായത് ഹാഫ് ഇൻറ്റു, ഇപ്പോൾ ബേസ് എന്താ എക്സ് + 10, ഹൈറ്റ് എന്ന് പറയുന്നത് എക്സ്, ഈക്വൽ ടു എത്രയാണ് തന്നിരിക്കുന്നത് 300. ഓക്കെ, ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് + 10 ഈക്വൽ ടു 300. ഓക്കെ, ഇതിൽ നിന്നും എക്സ് കണ്ടുപിടിക്കണം അല്ലേ. സോ എക്സ് ഇൻറ്റു എക്സ് + 10 ലെഫ്റ്റ് സൈഡിൽ നിർത്തി, ഈ 1/2 റൈറ്റ് സൈഡിൽ പോയപ്പോൾ 300 ഇൻറ്റു 2i, വിച്ച് ഈസ് ഈക്വൽ ടു 600. സോ എക്സ് ഇൻറ്റു എക്സ് + 10 ഈക്വൽ ടു 600 എന്ന് കിട്ടി, വിച്ച് മീൻസ് x² + 10x - 600 ഈക്വൽ ടു 0. ഓക്കെ, ഇനി b² - ac ആ ഫോർമുല വെച്ച് നമുക്ക് എക്സിൻ്റെ വാല്യൂസ് കാണാം. അതായത് മൈനസ്, ഇവിടെ എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് 10 ആണ്, സി എന്ന് പറയുന്നത് -600 ആണ് അല്ലേ. അപ്പം -b എന്ന് പറയുമ്പോൾ -10 ± റൂട്ട് ഓഫ് b², അതായത് 10ൻ്റെ സ്ക്വയർ എന്താ 100, -4 ഇൻറ്റു എ ഇൻറ്റു സി, അതായത് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 1 ആണ്, ഇൻറ്റു സി -600. സോ 6 × 4 = 24. സോ -2400 എന്ന് കിട്ടി, ഡിവൈഡഡ് ബൈ 2a. ഇപ്പോൾ 2a എന്ന് പറയുമ്പോൾ 2 അറിയാലോ, -b ± റൂട്ട് ഓഫ് b² - 4ac/2a. ഈ ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, -10 ± റൂട്ട് ഓഫ് 100 -2400 എന്ന് പറയുമ്പോൾ 100 + 2400 വരും, അതായത് 2500/2. അപ്പോൾ നമുക്കറിയാം 2500 എന്ന് പറയുമ്പോൾ 500ൻ്റെ 50ൻ്റെ സ്ക്വയറാണ്. ഓക്കെ, 50 × 50 ചെയ്താൽ നമുക്ക് 2500 കിട്ടും. സോ -10 ± 50/2, അതായത് -10 + 50/2 ചെയ്തുമ്പോൾ എന്ത് വരും, 40/2 എന്ന് വരും. അതുപോലെ -10 - 50/2 ചെയ്യുമ്പോൾ എന്ത് വരും, -60/2 വരും അല്ലേ. അപ്പോൾ 40/2 എന്ന് പറയുമ്പോൾ 20 ആണ്, -60/2 എന്ന് പറയുമ്പോൾ -30 ആണ്. സോ സൈഡ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നെഗറ്റീവ് വാല്യൂ ആവില്ലല്ലോ. സോ നമ്മുടെ സൈഡ് എക്സ് ഇസ് ഈക്വൽ ടു 2. സോ എക്സ് നമ്മുടെ സൈഡ് 2 ആണ്. ഇത് എക്സ് എന്തായിരുന്നു, നമ്മുടെ ഹൈറ്റ് അല്ലേ. സോ ഹൈറ്റ് ഈക്വൽ ടു 20, ബേസ് ഈക്വൽ ടു 20 + 10, വിച്ച് ഈസ് ഈക്വൽ ടു 30. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഹാസ് ഓൾട്ടിറ്റ്യൂഡ് 6√3. ഓക്കെ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ. ഇതാണ് എൻ്റെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്ന ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓൾട്ടിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളുടെ ഓൾട്ടിറ്റ്യൂഡാണ് തന്നിരിക്കുന്നത്, വിച്ച് ഇസ് 6√3. ഓക്കെ, എന്നിട്ട് ഇതിൽ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഏരിയയും സൈഡ് ഓഫ് ദ ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. അപ്പോൾ ഞാൻ നേരത്തെ വിട്ടുപോയി, ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് √3/2a ആണ്. ഓക്കെ, ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് √3/2a ആണ്. a എന്ന് വെച്ചാൽ നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ്. സോ ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് എത്ര തന്നിരിക്കുന്നത്? 6√3 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 6√3 = √3/2a. സോ നമുക്ക് a കാണണം, അതായത് നമ്മുടെ ട്രയാങ്കിളിൻ്റെ സൈഡ്. അപ്പോൾ ഈ √3യും ഈ √3യും ക്യാൻസൽ ചെയ്യാം. ഈ 2 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 2 × 6 = a വരും, വിച്ച് ഇസ് a = 12. ഓക്കെ, സോ നമ്മുടെ ട്രയാങ്കിളുടെ സൈഡ് =12 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിളുടെ ഏരിയ കാണാം. ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇസ് √3/4 × a², വിച്ച് ഇസ് √3/4 × 12 × 12. അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ്ലി ഇത് 62.35 എന്നാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ 36√3 എന്ന് തന്നെ എഴുതിയാൽ മതിയാവും. അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ഓപ്ഷൻസിൽ മിക്കവാറും ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെ √3 എന്നുള്ള വാല്യൂ സോൾവ് ചെയ്യാനൊന്നും നിങ്ങളുടെ അടുത്ത് ചോദിക്കില്ല. ഓക്കെ, ഇതായിരിക്കും നിങ്ങളുടെ ഓപ്ഷൻസിൽ ഉണ്ടാവുക. സോ അത് ക്ലിക്ക് ചെയ്യാം. അടുത്തത് സർക്കിൾസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എ സർക്കിൾ ഹാസ് റേഡിയസ് 14 cm. ഓക്കെ, ഒരു സർക്കിൾ ഉണ്ട്, അതിൻ്റെ റേഡിയസ് 14 cm ആണ്. ഓക്കെ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സെക്ടർ വിത്ത് സെൻട്രൽ ആംഗിൾ 45 ഡിഗ്രി. അതായത് സെക്ടർ എന്ന് പറയുമ്പോൾ എങ്ങനെ അറിയാലോ, 2 റേഡിയസും കൂടെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സൈനും ആ ഒരു ഇത്രയും പോണ സ്ഥലത്തിനെയാണ് നമ്മൾ സെക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് 45 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. സോ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല പറഞ്ഞിട്ടുണ്ടായിരുന്നു, θ/360 × π × r². സോ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. സോ 45/360 × പൈ. നമുക്ക് പൈ വേണമെങ്കിൽ നിങ്ങൾ അതിൽ 3.14 എന്നുള്ള വാല്യൂ എടുക്കണം, അല്ലെങ്കിൽ 22/7 എന്നുള്ള വാല്യൂ എടുക്കണം. ഓക്കെ, സോ 45/360 × 3.14 × 196. 196 എന്താ? 14ൻ്റെ സ്ക്വയർ, അതായത് റേഡിയസ് ഇവിടെ 14 ആണ്. സോ 14² = 196. സോ നമുക്ക് 76.96 എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ആയിരിക്കും ആൻസർ കിട്ടുന്നത്. ഓക്കെ, നിങ്ങളിതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ സ്ക്വയർ ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 7 cm. ഇൻസ്ക്രൈബ്ഡ് എന്ന് വെച്ചാൽ ഉള്ളിൽ വരച്ചു എന്നാണ്. ഓക്കെ, അപ്പോൾ സ്ക്വയർ ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സർക്കിൾ, അതായത് ഒരു സർക്കിൾ ഉണ്ട്, അതിൻ്റെ അകത്തൊരു സ്ക്വയർ വരച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, എ സ്ക്വയർ ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻസൈഡ് എ സർക്കിൾ. ഓക്കെ, ഓഫ് റേഡിയസ് 7 cm. റേഡിയസ് 7 cm, സർക്കിളിൻ്റെ റേഡിയസ് 7 cm. ഈ ഏരിയ ഓഫ് ദ സ്ക്വയറാണ് കാണേണ്ടത്. അപ്പോൾ ഏരിയ ഓഫ് ദ സ്ക്വയർ കാണാൻ സ്ക്വയറിൻ്റെ സൈഡ് നമുക്കില്ല അല്ലേ. സ്ക്വയറിൻ്റെ സൈഡ് ഇതേ ഈ ഒരു വാല്യൂ ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ബട്ട് നോക്കൂ, ഇത് എന്ന് പറയുന്നത് നോക്കൂ സർക്കിളിൻ്റെ ഡയാമീറ്റർ ആണ് അല്ലേ. അതേപോലെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സ്ക്വയറിൻ്റെ എന്താണ്, ഡയഗണലും ആണ്. ഓക്കെ, സോ ഈ സർക്കിളിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സ്ക്വയറിൻ്റെ എന്താണ്, ഡയഗണലാണ്. സോ സർക്കിളിൻ്റെ റേഡിയസ് 7 ആണെങ്കിൽ ഡയാമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 × റേഡിയസ്, വിച്ച് ഇസ് 2 × 7, ദാറ്റ് ഈസ് ഈക്വൽ ടു 14. ഓക്കെ, അപ്പോൾ സ്ക്വയറിൻ്റെ ഡയഗണലിനെ പറ്റി ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സപ്പോസ് സൈഡ് ഈക്വൽ ടു എസ് ആണെന്നുണ്ടെങ്കിൽ 14 നമ്മുടെ ഡയഗണൽ /√2 ഗിവ്സ് ദ സൈഡ്. ഓക്കെ, അതായത് 14 നമ്മുടെ ഡയഗണൽ ആണെന്നുണ്ടെങ്കിൽ 14/√2 ചെയ്താൽ നമുക്ക് നമ്മുടെ സൈഡ് കിട്ടും. ഓക്കെ, സോ 14/√2 എന്ന് വെച്ചാൽ എന്താ? 7√2 ആണ്. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ റാഷണലൈസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. 14/√2നെ എനിക്ക് റാഷണലൈസ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 14/√2 ×
√2 എന്ന് ചെയ്യണം അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 14√2 ഡിവൈഡ് ബൈ √2 ഇൻറ്റു √2 എന്ന് പറയുന്നത് എന്താ 2. സോ ഈ 2 ഈ 14 ക്യാൻസൽ ചെയ്യുമ്പോൾ 7 വരും. അങ്ങനെ നമുക്ക് 7√2 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്ക്വയറിൻ്റെ സൈഡ് കിട്ടി. അപ്പോൾ സ്ക്വയറിൻ്റെ സൈഡ് കിട്ടിയെന്ന് വെച്ചാൽ ഏരിയ കാണാൻ സിമ്പിളാണ്. സൈഡിൻ്റെ സ്ക്വയർ വിച്ച് ഇസ് 7√2ൻ്റെ സ്ക്വയർ. 7√2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 49. 7ൻ്റെ സ്ക്വയർ 49 ആണ്, √2ൻ്റെ സ്ക്വയർ 2 ആണ്. സോ 49 ഇൻറ്റു 98 ആണ് ഈ സ്ക്വയറിൻ്റെ ഏരിയ. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദ ടോട്ടൽ ഏരിയ ഓഫ് സെമി സർക്കിൾ ഡ്രോൺ ഓൺ 3 സൈഡ്സ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ വിത്ത് ലെഗ്സ് 6 ആൻഡ് 8 സെൻറ്റിമീറ്റർ. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഉണ്ട്, ഇതിൻ്റെ ഒരു സൈഡ് 6ഉം ഒരു സൈഡ് 8 സെൻറ്റിമീറ്ററുമാണ്. ലെഗ്സ് എന്ന് പറയുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് അല്ലാത്ത സൈഡ്സിനെയാണ് കേട്ടോ നമ്മൾ ലെഗ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ സൈഡിൽ കൂടെയും നമ്മളിങ്ങനെ സെമി സർക്കിൾസ് വരച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ദ ടോട്ടൽ ഏരിയ ഓഫ് സെമി സർക്കിൾ ഡ്രോൺ ഓൺ 3 സൈഡ്സ് ഓഫ് ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വിത്ത് ലെഗ്സ് 6 സെൻറ്റിമീറ്റർ ആൻഡ് 8 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ സെമി സർക്കിളിൻ്റെയും ഈ സെമി സർക്കിളിൻ്റെയും ഈ സെമി സർക്കിളിൻ്റെയും ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം, ഈ സൈഡും കൂടെ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകതയാണ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതായത് ഇതാണ് എൻ്റെ ഹൈപ്പോട്ടന്യൂസ് ഈ സൈഡിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഈ സൈഡിൻ്റെ സ്ക്വയർ പ്ലസ് ഈ സൈഡിൻ്റെ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ കണ്ടുപിടിക്കേണ്ട സൈഡ് ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. 8 സ്ക്വയർ എന്ന് വെച്ചാൽ 64 ആണ്, 6 സ്ക്വയർ എന്ന് വെച്ചാൽ 36 ആണ്. 36 പ്ലസ് 64 എന്ന് പറയുമ്പോൾ 100 ആണ്. സോ എച്ച് സ്ക്വയർ ഈക്വൽ ടു 100 ആണെങ്കിൽ എച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ് 10 ആണ്, കാരണം 10 ഇൻറ്റു 10 ആണ് 100. ഓക്കെ, സോ എനിക്ക് എൻ്റെ ഹൈപ്പോട്ടന്യൂസ് കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി, ഈ 3 സെമി സർക്കിളും ഏരിയ കണ്ടാൽ മതി അല്ലേ. സെമി സർക്കിൾ എന്ന് വെച്ചാൽ എന്താ, ഒരു സർക്കിളിൻ്റെ ഹാഫ്, അതായത് ഈ സർക്കിളിൻ്റെ ഹാഫ് പ്ലസ് ഈ സർക്കിളിൻ്റെ ഹാഫ് പ്ലസ് ഈ സർക്കിളിൻ്റെ ഹാഫ് ചെയ്താൽ മതി. അപ്പോൾ ഏരിയ ഓഫ് സർക്കിൾ എങ്ങനെയാണ്, പൈ ആർ സ്ക്വയർ അല്ലേ. അതായത് പൈ ആദ്യത്തെ സർക്കിളിൻ്റെ ഇത് നോക്ക്, ഈ 6 എന്ന് പറയുന്നത് ഈ ഒരു സൈഡാണ്. അപ്പോൾ ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈ 6ൻ്റെ പകുതി ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ സെമി സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 3 ആണ്. അതുപോലെ ഈ സെമി സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 4 ആണ്, കാരണം 8ൻ്റെ പകുതി 4 ആണ്. ഈ സെമി സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 5 ആയിരിക്കും, കാരണം 10ൻ്റെ പകുതി 5 ആണ്. ഓക്കെ, അപ്പോൾ 4ഉം 5ഉം 3യും റേഡിയസ് ആയി വരുന്ന സർക്കിൾസിൻ്റെ ഏരിയാസിൻ്റെ ഹാഫ് കണ്ടിട്ട് അതിനെ ആഡ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് പൈ 3 സ്ക്വയർ പ്ലസ് പൈ 4 സ്ക്വയർ പ്ലസ് പൈ 5 സ്ക്വയർ എല്ലാം ഡിവൈഡ് ബൈ 2. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ കാൽക്കുലേഷൻ സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ഇതിലെല്ലാത്തിലും പൈ ഉണ്ടല്ലോ. സോ പൈനെ ഞാൻ പുറത്തേക്ക് എടുത്തു, താഴെയുള്ള 2വിനും ഞാൻ പുറത്തേക്ക് എടുത്തു. ബാക്കി എന്തൊക്കെയുള്ളത്, 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. അപ്പോൾ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ എത്രയാണ്, 9 പ്ലസ് 16 പ്ലസ് 25. 9 പ്ലസ് 16 എന്ന് പറഞ്ഞാൽ 25 ആണ്. സോ 25 പ്ലസ് 25 50 ആണ്. സോ പൈ ബൈ 2 ഇൻറ്റു 50. അപ്പോൾ 50 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 25. സോ 25 പൈ, ഇതാണ് നമ്മുടെ ആൻസർ. അല്ലെങ്കിൽ 25 ഇൻറ്റു എന്ത് ചെയ്യുക, പൈന് പകരം 3.14 അല്ലെങ്കിൽ 22/7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 78.54 എന്ന നമ്മുടെ ഏരിയ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പാരലലോഗ്രാംസ് ആൻഡ് ട്രപ്പീസിയം. ദ ബേസ് ഓഫ് എ പാരലലോഗ്രാം ഈസ് 18 സെൻറ്റിമീറ്റർ. ഒരു പാരലലോഗ്രാം തന്നിട്ടുണ്ട്, അതിൻ്റെ ബേസ് 18 സെൻറ്റിമീറ്റർ ആണ്, അല്ല ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ ആണ്, അതർ സൈഡ് 13 സെൻറ്റിമീറ്റർ ആണ്. ഫൈൻഡ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എങ്ങനെ കാണണ്ടേ, ഹൈറ്റ് ഇൻറ്റു ബേസ്, അതായത്
ഇതാണ് എൻ്റെ ഹൈറ്റ്, ഇതാണ് എൻ്റെ ബേസ്. സോ 10 × 18 വിച്ച് ഈസ് ഈക്വൽ ടു 180. ഇതാണ് പാരലലോഗ്രാമിൻ്റെ ഏരിയ. അടുത്തത് അതിൻ്റെ പെരിമീറ്റർ അല്ലേ. പെരിമീറ്റർ എങ്ങനെ കാണണ്ടേ? 2 × ബേസ് പ്ലസ് ലെങ്ത്ത്, അതായത് 2 × 13 പ്ലസ് 18 വിച്ച് ഈസ് ഈക്വൽ ടു 62. ഓക്കെ. അടുത്തത് ട്രപ്പീസിയം. ഇതാണ് ഒരു ട്രപ്പീസിയം എന്ന് പറയുന്നത്. അപ്പോൾ ട്രപ്പീസിയം ഹാസ് പാരലൽ സൈഡ്സ് 12 ആൻഡ് 18 സെൻറ്റിമീറ്റർ. അതായത് ഇതിൻ്റെ പാരലൽ സൈഡ്സ് എന്ന് പറയുന്നത് 12ഉം 18ഉം സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഹൈറ്റ് ഇസ് 8 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ ഏരിയ. അപ്പോൾ ഏരിയ എങ്ങനെ കാണാം? ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് അല്ലേ. എയും ബി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പാരലൽ സൈഡ്സ് ആണ്. എച്ച് എന്ന് വെച്ചാൽ നമ്മുടെ ഹൈറ്റ് ആണ്. സോ ഹാഫ് ഇൻറ്റു 12 പ്ലസ് 8 12 പ്ലസ് 18 ഇൻറ്റു 8 വിച്ച് ഈസ് ഈക്വൽ ടു 120. ഓക്കെ. അടുത്തത് കോമ്പോസിറ്റ് ഫിഗേഴ്സ്. അപ്പോൾ ഇത്രയും നമ്മൾ നേരം ബേസിക് ആയിട്ടുള്ള എല്ലാ ഫിഗേഴ്സും അതിൻ്റെ ഏരിയ, പെരിമീറ്റർ എങ്ങനെ കാണണ്ടേ, യൂസിങ് ദെയർ ഡയഗണൽസ് ആൻഡ് യൂസിങ് ദെയർ ഹൈറ്റ് ആൻഡ് ബേസ് ഒക്കെ നോക്കി. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴുള്ള ഫിഗേഴ്സ്, കോമ്പോസിറ്റ് ഫിഗേഴ്സിൻ്റെ ഏരിയ കാണാനുള്ളതാണ്. ഓക്കെ. അപ്പം എ സ്ക്വയർ ഓഫ് സൈഡ് 14 സെൻറ്റിമീറ്റർ ഹാസ് 4 ഐഡൻറ്റിക്കൽ ഔട്ട്വേർഡ് സെമി സർക്കിൾ. ഒരു സ്ക്വയർ ഉണ്ട്, അതിൻ്റെ സൈഡ്സ് 14 സെൻറ്റിമീറ്റർ ആണ്. ഇതിനെല്ലാം പുറത്തേക്ക് സെമി സർക്കിൾസ് ഉണ്ട്. ഓക്കെ. ഫൈൻഡ് ദ ടോട്ടൽ ഏരിയ. ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ ഈ സ്ക്വയറും ഈ സെമി സർക്കിളും എല്ലാം കൂടെ വരുന്ന ടോട്ടൽ ഏരിയ. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? 14 × 14 ചെയ്താൽ മതി. സോ 14 × 14 ചെയ്തു. അപ്പോൾ എൻ്റെ സ്ക്വയറിൻ്റെ ഏരിയ 196 കിട്ടി. ഈ സെമി സർക്കിൾസിൻ്റെ ഒക്കെ ഏരിയ കാണണം അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഒന്നല്ലെങ്കിൽ ഈ സർക്കിളിൻ്റെയും ഈ സർക്കിളിൻ്റെയും ഈ സെമി സർക്കിളിൻ്റെയും ഈ സെമി സർക്കിളിൻ്റെയും ഏരിയ കണ്ടിട്ട് 4 വട്ടം മൾട്ടിപ്ലൈ ചെയ്യണം. ലൈക്ക് ഒരെണ്ണത്തിൻ്റെ മാത്രം ഏരിയ കണ്ടിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ദേ ഈ സെമി സർക്കിളും കൂടെ ജോയിൻ ചെയ്താൽ ഒരു സർക്കിളായില്ലേ. അതുപോലെ ഈ സെമി സർക്കിളും കൂടെ ജോയിൻ ചെയ്താൽ ഒരു സർക്കിളായില്ലേ. സോ അങ്ങനെയാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ 2 × πr², അതായത് ഒരു സർക്കിളിൻ്റെ ഏരിയ കണ്ടിട്ട് ഇൻറ്റു 2 ചെയ്താൽ മതി. 2 × πr². r എത്രയാണ്? ഇതിൻ്റെ സ്ക്വയറിൻ്റെ സൈഡ് 14 ആണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ സൈഡ് എന്ന് പറയുന്നത് 14 ആയിരിക്കും. അതായത് ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 7 ആയിരിക്കും അല്ലേ. 2 × 7 × 7. ഓക്കെ. അതായത് ഈ πr² എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു 2 ഫിഗറും കൂടെ ജോയിൻ ചെയ്തുണ്ടാവുന്ന സർക്കിളിൻ്റെ ഏരിയ ആണ്. അത് ഞാൻ ഇൻറ്റു 2 ചെയ്യാൻ കാരണം എന്താ? ഈ 2 സെമി സർക്കിളും കൂടെ ജോയിൻ ചെയ്യുന്ന സർക്കിളിൻ്റെയും കൂടെ ഏരിയ കാണണം. ഓക്കെ. അതുകൊണ്ടാണ് 2 πr² ഞാൻ കാണുന്നത്. ഓക്കെ. πr² ഒരു സർക്കിളിൻ്റെ ഏരിയ, 2 πr² 2 സർക്കിളിൻ്റെ ഏരിയ, അല്ലെങ്കിൽ ഈ 4 സെമി സർക്കിൾസിൻ്റെയും ഏരിയ. ഓക്കെ. സോ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 307.88 ആണ് കിട്ടുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക, ഇത് തന്നെ കിട്ടും. സോ നമുക്ക് ടോട്ടൽ ഏരിയ ആണ് കണ്ടല്ലേ. അപ്പോൾ 307.88ഉം 196ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 503.88 എന്ന് കിട്ടും. ഓക്കെ. അടുത്തത് റെക്ടാങ്കുലർ പാർക്ക് 60-40 മീറ്റർ ഡൈമെൻഷൻസ്. അതായത് ഒരു റെക്ടാങ്കുലർ പാർക്ക് ഉണ്ട്, അതിൻ്റെ ഒരു സൈഡ് 60 ആണ്, ഒരു സൈഡ് 40 ആണ്. 2 roads ഓഫ് വിഡ്ത്ത് 4 മീറ്റർ റൺ അലോങ് ലെങ്ത് ആൻഡ് വിഡ്ത്ത്. ഓക്കെ. ഇതാണ് എൻ്റെ റെക്ടാങ്കുലർ പാർക്ക്. ഇത് 60 മീറ്ററും ഇത് 40 മീറ്ററുമാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ 2 റോഡും കൂടെ പോകുന്നുണ്ട്, ലെങ്ത്തിലും ബ്രെഡ്ത്തിലും. എന്നിട്ട് ഇവിടെ ഒരു റോഡ് പോകുന്നുണ്ട്, ഇവിടെയും ഒരു റോഡ് പോകുന്നുണ്ട്. ഇവിടെ ഒരു റോഡ് പോകുന്നുണ്ട്, ഇവിടെ ഒരു റോഡ് പോകുന്നുണ്ട്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പാർക്ക് ലെഫ്റ്റ്. സോ ഈ റോഡ് പോയിട്ട് ബാക്കി എൻ്റെ പാർക്കിൻ്റെ ഏരിയ അപ്പോൾ എത്രയായിരിക്കും? റോഡ് ഇല്ലാണ്ടാകുമ്പോൾ ഇത്രയും ഭാഗമായിരിക്കും അല്ലേ. അപ്പോൾ അത് കാണാനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആദ്യം ഈ റെക്റ്റാങ്കിളിൻ്റെ മൊത്തത്തിലുള്ള ഏരിയ കാണാനാണ്. അതാണ് 60 × 40. 60 × 40 വിച്ച് ഈസ് ഈക്വൽ ടു 2400. ഓക്കെ.
അടുത്തത് എനിക്ക് റോഡിൻ്റെ ഏരിയ കാണണം അല്ലേ. അപ്പോൾ റോഡിൻ്റെ വിഡ്ത്ത് എത്രയാണ്? 4 അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ റോഡിൻ്റെ ബ്രെഡ്ത്ത് 60 ആണ് അല്ലേ. അപ്പോൾ 4 × 60 ദേ ഈ റോഡിൻ്റെ ഏരിയ. അതുപോലെ ഈ റോഡിൻ്റെ ഏരിയ എന്തായിരിക്കും? 40 × 60 ആയിരിക്കും. കാരണം എന്താ? വിഡ്ത്ത് 4 എന്ന് തന്നിട്ടുണ്ട്. 40 × 4 40 × 4. കാരണം എന്താ? വിഡ്ത്ത് ഈക്വൽ ടു 4 ആണ്. ഇതിൻ്റെ ലെങ്ത്ത് നോക്ക് 40 ആണ് അല്ലേ. അപ്പോൾ ഈ 40 × 60 ചെയ്താൽ എനിക്കിത് ഈ റോഡിൻ്റെ ഏരിയ കിട്ടും. അതുപോലെ ഈ 40 × 4 ചെയ്താൽ എനിക്ക് ഈ റോഡിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ ഇത്രയും ഭാഗം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ 2 വട്ടം എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ലൈക്ക് 4 × 60 പറയുമ്പോഴും ഇത് ഉൾപ്പെട്ടു, അതുപോലെ 40 × 4 പറയുമ്പോഴും ഇത് ഉൾപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഭാഗം ഞാൻ ഒരു വട്ടം ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താ? ഒരു സ്ക്വയറാണ്. അതിൻ്റെ സൈഡ് എന്താണ്? ഇതും 4 ആണ്, ഇതും 4 ആണ്. സോ ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ഇതിൽ നിന്നും 4 × 4 മൈനസ് ചെയ്ത് വെച്ചാൽ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് കറക്റ്റ് എനിക്ക് കറക്റ്റ് ഇത്രയും ഭാഗം കിട്ടും. ഓക്കെ. സോ അത് ചെയ്യുക. സോ 4 × 60 + 40 × 4 - 4 × 4 എന്ന് ചെയ്യുമ്പോൾ 384 ആണ് കിട്ടുന്നത്. അപ്പോൾ റോഡിൻ്റെ ഏരിയ 384 ആണ്. അപ്പോൾ 2400 നിന്നും ഈ 384 മൈനസ് ചെയ്ത് വെച്ചാൽ എനിക്ക് എൻ്റെ ഏരിയ കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 2016. ഓക്കെ. അടുത്തത് എ സർക്കിൾ ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻസൈഡ് എ സ്ക്വയർ. ഇപ്പോൾ ഇൻസ്ക്രൈബ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ വരച്ചു എന്നല്ലേ. അപ്പോൾ ഒരു സ്ക്വയർ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു സർക്കിൾ വരച്ചു എന്നാണ് പറയുന്നത്. ഇൻസ്ക്രൈബ്ഡ് എന്ന് വെച്ചാൽ കറക്റ്റ് ഫിറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് 7 cm ആണ്. ഫൈൻഡ് ദ സ്ക്വയർ ഏരിയ നോട്ട് കവേർഡ് ബൈ സർക്കിൾ. അതായത് സർക്കിൾ വരാണ്ടുള്ള ഈ ബാക്കിയുള്ള ഭാഗങ്ങളില്ലേ, അതെല്ലാം കൂടെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? സ്ക്വയറിൻ്റെ ഏരിയ കണ്ടിട്ട് അതിൽ നിന്നും സർക്കിളിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് 7 ആണ്. അപ്പോൾ ഡയാമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 14 ആയിരിക്കും അല്ലേ. ഈ ഡയാമീറ്റർ തന്നെയാണല്ലോ ഈ സ്ക്വയറിൻ്റെ സൈഡ്. അപ്പോൾ സ്ക്വയറിൻ്റെ സൈഡ് കിട്ടി, 14 ആണ്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് 14 × 14 വിച്ച് ഈസ് ഈക്വൽ ടു 196. ഓക്കെ. ഈ സർക്കിളിൻ്റെ ഏരിയ കാണാം, πr². π × 7² വിച്ച് ഈസ് ഈക്വൽ ടു 153. രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ബാക്കിയുള്ള ഏരിയ കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 42.06. ഓക്കെ. ആക്ച്വലി മെൻസുറേഷൻ നല്ല സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങൾ ഫോർമുലാസ് മാത്രം മനസ്സിലാക്കി കാൽക്കുലേഷൻസ് ഒന്ന് ശ്രദ്ധിച്ച് കറക്റ്റ് ആക്കിയാൽ മാത്രം മതി. എ ട്രയാങ്കിൾ ആൻഡ് എ പാരലോഗ്രാം ഹാവ് ദ സെയിം ബേസ് ആൻഡ് ഹൈറ്റ്. ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇതിൻ്റെ ഹൈറ്റ് h-ഉം ബേസ് b ആണെന്ന് വെച്ചോ. ഇനി ഒരു പാരലോഗ്രാം ഉണ്ട്, അതിൻ്റെ ബേസും ട്രയാങ്കിളിൻ്റെ ബേസും ഈക്വൽ ആണ്, അതുപോലെ അതിൻ്റെ ഹൈറ്റും ട്രയാങ്കിളിൻ്റെ ഹൈറ്റും ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പാരലോഗ്രാമിൻ്റെ ഏരിയ 80 ആണ്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർമുലാസ് പറയുമ്പോൾ പാരലോഗ്രാമിൻ്റെ ഏരിയയുടെ പകുതി ആയിരിക്കും അതിൽ വരുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ. കാരണം നമുക്ക് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തിൻ്റെ ഈക്വൽ അല്ലേ. ലൈക്ക് നമ്മുടെ പാരലോഗ്രാമിൻ്റെ 2 ഭാഗങ്ങളായിട്ടാണ് ഈ ട്രയാങ്കിൾസ് വരുന്നത്. പാരലോഗ്രാം 80 cm ആണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് കറക്റ്റ് 40 cm ആയിരിക്കും, അതായത് അതിൻ്റെ പകുതി. ഓക്കെ. എ വയർ ഈസ് ബെൻഡ് ടു ഫോം എ സ്ക്വയർ ഓഫ് സൈഡ് 22. ഒരു വലിയൊരു വയർ എടുത്ത് നമ്മൾ അതിനെ ബെൻഡ് ചെയ്ത് ഒരു സ്ക്വയർ ഫോം ചെയ്തു, അതിൻ്റെ സൈഡ് 22 ആണ്. ഇറ്റ് ഈസ് റീബെൻഡ് ഇൻ ടു എ സർക്കിൾ. ഇതിനെ ഒരു സർക്കിളാക്കിയാൽ അതിൻ്റെ റേഡിയസ് കാണാനാണ് പറയുന്നത്. അപ്പോൾ ഈ സ്ക്വയറിൻ്റെയും ഈ സർക്കിളിൻ്റെയും പെരിമീറ്റർ ഈക്വൽ ആയിരിക്കും, കാരണം രണ്ടും ഒരേ വയറിൽ നിന്നല്ല ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം സ്ക്വയറിൻ്റെ പെരിമീറ്റർ കാണാം, കാരണം സ്ക്വയറിൻ്റെ സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്, വിച്ച് ഇസ് 22. അപ്പോൾ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് 4a, വിച്ച് ഇസ് 22 × 4 വിച്ച് ഇസ് ഈക്വൽ ടു 88. അപ്പോൾ സർക്കിളിൻ്റെ പെരിമീറ്ററും 88 ആണ്. സർക്കിളിൻ്റെ പെരിമീറ്റർ എന്താ? 2πr. സോ 2πr ഈസ് ഈക്വൽ ടു 88.
സോ r is equal to 88 divided by 2 into pi. അപ്പോൾ 88 divided by 2. അപ്പോൾ ഞാൻ പൈൻ്റെ വാല്യൂ 22/7 ഇവിടെ എടുക്കുകയാണ്. അപ്പോൾ എത്ര കിട്ടും? കേട്ടോ 14 കിട്ടും. സോ റേഡിയസ് ഈക്വൽ ടു 14 സെൻറ്റിമീറ്റർ. ഓക്കെ, പൈൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ 3.14 എടുക്കാം, അല്ലെങ്കിൽ 22/7 എടുക്കാം. നിങ്ങൾക്ക് ഏതാണോ ആപ്റ്റ് എന്ന് തോന്നുന്നത് അതിനനുസരിച്ച് ചെയ്യണം. ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നെ പറയും പൈൻ്റെ വാല്യൂ എന്തായിട്ട് എടുക്കണം എന്നുള്ളത്. അടുത്തത് ഏരിയ ഓഫ് എ റോംബസ് ഈസ് 240. ഇപ്പോൾ റോംബസ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോംബസ് എന്ന് പറയുമ്പോൾ ഒരു പാരലലോഗ്രാം തന്നെയാണ്, പക്ഷേ അതിൻ്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏരിയ 240 ആണ്. അതിൻ്റെ ഒരു ഡയഗണൽ 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഫൈൻഡ് ദി അതർ ഡയഗണൽ. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോംബസിൻ്റെ ഡയഗണൽ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏരിയ ഓഫ് റോംബസ് ഇസ് ഹാഫ് d1 ഇൻറ്റു d2. അതായത് d1 d2 അതിൻ്റെ ഓരോ ഡയഗണൽസാണ്. സോ ഇവിടെ ഏരിയ എന്താ തന്നിരിക്കുന്നത്? 240. സോ 240 ഈക്വൽ ടു 1/2 ഇൻറ്റു 20 ഇൻറ്റു d². ഓക്കെ, സോ d2. അപ്പോൾ d2 is equal to എന്താ? 240 ഇൻറ്റു 2/20 which is equal to 24. സോ അതർ ഡയഗണൽ ഇസ് 24. ഓക്കെ, സിമ്പിൾ കാൽക്കുലേഷനാണ്. അപ്പോൾ ഈ ഫോർമുല ജസ്റ്റ് ഒന്ന് അറിഞ്ഞ് വെച്ചാൽ മതി. അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അടുത്തത് എ സർക്കുലർ ഫ്ലവർ ബെഡ് ഈസ് സറൗണ്ടഡ് ബൈ 2 meter wide circular path. If radius of the bed is 7 meter, find the area of the path. 7 meter റേഡിയസ് ഉള്ള ഒരു സർക്കുലർ ബെഡ് ഉണ്ട്. ഇതിന് ചുറ്റും 2 മീറ്റർ വീതിയുള്ള ഒരു പാത്ത് ഉണ്ട്. അപ്പോൾ ഈ പാത്തിൻ്റെ ഏരിയ ആണ് കാണേണ്ടത്. അപ്പോൾ എന്താണ് ചെയ്താൽ മതി? ഈ വലിയ സർക്കിളിൽ നിന്നും ഈ ചെറിയ സർക്കിൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈ ബാക്കിയുള്ള ഏരിയ കിട്ടും അല്ലേ. അപ്പോൾ വലിയ സർക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് 7 + 2. ഈ വലിയ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 9 റേഡിയസ് വരുന്ന സർക്കിളിൽ നിന്നും 7 റേഡിയസ് വരുന്ന സർക്കിളിനെ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് സാധനം കിട്ടും. അപ്പോൾ πr², പൈ 9² മൈനസ് പൈ 7². പൈനെ പുറത്തെടുത്ത് വെച്ചാൽ 9² മൈനസ് 7² which is pi 81 minus 49 which is equal to 32 pi. അപ്പോൾ 32 ഇൻറ്റു 3.14 ചെയ്യുക, അല്ലെങ്കിൽ 22/7 ചെയ്യുക. സോ യു വിൽ ഗെറ്റ് 100/3 ആസ് ദി ആൻസർ. ഓക്കെ, സോ അടുത്തത് വോളിയൂംസിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. മെയിനായിട്ട് വരുന്നത് നമുക്ക് ക്യൂബ്, ക്യൂബോയിഡ്, സിലിണ്ടർ, കോൺ, സ്ഫിയർ, ഹെമിസ്ഫിയർ, പിന്നെ ഫ്രസ്റ്റം ഓഫ് കോൺ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഡയഗ്രാംസ് ആണ്. സോ ഞാൻ എന്തായാലും അടുത്ത ക്ലാസ്സിൽ എടുക്കാം, കാരണം ഇത് കുറച്ച് ഡീറ്റെയിൽ ആക്കിയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. സിമ്പിളാണ്, ഇതിൽ നിന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ഓക്കെ, താങ്ക് യു.